പിന്നെ ഇതിനെ കുറിച്ചിട്ട് എന്താണെങ്കിലും അന്വേഷിക്കണം. എന്തോ ഒരു ശക്തി ഇതിന്റെ പിന്നിലില്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ ഇത്ര വേഗം ഇത്രത്തോളം ഇത് പ്രചാരത്തിലെത്തൂല. ഏത് മാക്സ് 7 ഹെൽത്ത് ക്ലബ്ബ് അങ്ങനല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു ദിവസത്തിൽ 1440 മിനിറ്റ് ഉണ്ട്. 28-30 മിനിറ്റ് മാത്രം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആ ഗ്രൗണ്ടിൽ ഒന്ന് ചെന്നാൽ ഈ ധാരണ നിങ്ങളുടെ മാറുന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആരോഗ്യത്തെ പോലെ തന്നെ മാനസികപരമായ ഒരു ഉല്ലാസം, ഒരു സന്തോഷമൊക്കെ മനുഷ്യന് ആവശ്യമാണ്. അതും കൂടി ഇതിന്ന് കിട്ടുന്നുണ്ട്. രാവിലെ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ സൗഹൃദങ്ങളും സഹോദരങ്ങളും നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ എങ്ങനെ എല്ലാ വിഭാഗീയതയും എല്ലാ രാഷ്ട്രീയവും എല്ലാം മറന്ന് ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലുണ്ട്. അതിലെല്ലാവരും ഉണ്ട്, എല്ലാ പ്രായക്കാരുണ്ട്. ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളെ നമ്മൾ കണ്ടു. അവരൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇന്ന് പട്ടാമ്പി മേഖലയുടെ ഔപചാരികമായ ഉദ്ഘാടനമായിരുന്നു. ആ ഒരു പ്രൗഢഗംഭീരമായ ആ ഒരു പുലരിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കിതിൽ തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരിടം ഇപ്പം നമുക്കില്ല. എല്ലാവർക്കും അവരവരുടെ പാർട്ടികളും അവരവരുടെ ആശയങ്ങളും അവരുടെ മതപരമായ ചടങ്ങുകളും മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഇടങ്ങൾ ഇപ്പോൾ നമുക്ക് വളരെ കുറവാണ്. അതിന് ഒരിടാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത് ഇത്ര വേഗം വലിയ പ്രചാരത്തിലെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംഭവം, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു എക്സസൈസ്. പിന്നെ അതിനെ എതിർക്കും ആരൊക്കെയെന്നറിയോ? ആശുപത്രിക്കാരെ എതിർക്കാൻ സാധ്യതയുണ്ട്, ജിമ്മുകാരെ എതിർക്കാൻ സാധ്യതയുണ്ട്, മെഡിക്കൽ ഷോപ്പുകാരെ എതിർക്കാൻ സാധ്യതയുണ്ട്, ഒരുപാട് ആളുകൾ ഇതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം മനുഷ്യന് ഗുണമുള്ളൊരു കാര്യമാണിത്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ കൂടുതലുള്ളത് എന്താണ്? ആശുപത്രികളാണ്, ലാബുകളാണ്, ക്ലിനിക്കുകളാണ്, അല്ലെ? ആ ലാബുകാരൊക്കെ ഇതിനെ എതിർക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നുള്ളൂ. നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ പോകുമ്പോൾ ചൈനയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, രാവിലെയും വൈകിട്ടും ഒരു മ്യൂസിക് സെറ്റ് ചെയ്തിട്ട് ഒരു 25 മിനിറ്റിന്റെ ഒരു റിതമാണത്. അപ്പോൾ ആ റിതമാറ്റിക് എക്സസൈസ് ഉണ്ട്. അതിൻ്റെ ഒരു ഏകദേശം കാര്യങ്ങളായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ലോകത്തുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരുമിച്ച് കൂടി നമ്മുടെ നാട്, നമ്മുടെ ആളുകളൊക്കെ ആരോഗ്യമുള്ളവരായി തീരുമ്പോൾ അതിന് വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. പൂർണ്ണമായിട്ട് നിങ്ങൾ അതിനോട് സഹകരിക്കുക, അന്വേഷിക്കുക. കാരണം നാടിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയായി വരുന്നത് എന്തിനേയും എതിർക്കാൻ എല്ലാവരേക്കാൾ മുന്നിൽ ഞങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഈ എക്സസൈസ് പ്രായഭേദമന്യേ 77 വയസ്സായ വേലാചേട്ടനൊക്കെ വടി കുത്തിയാണ് ഇതിൽ ഫസ്റ്റ് സീസൺ വന്നിട്ട്. ഇപ്പം അദ്ദേഹമൊക്കെ വടി വീശിക്കൊണ്ടാണ് പോണത്. അപ്പം അത്രത്തോളം മാറ്റം ഇതിനുണ്ട്. അത് അനുഭവിച്ച് അറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ 2 ദിവസം പോയതിൻ്റെ ഗുണം എനിക്കുണ്ട്. പിന്നെ പല ഗുണങ്ങളും ഇതിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. കാരണം ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പലതും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു ആകർഷണീയത ഉള്ള ഒരു എക്സസൈസാണിത്. ഇത് ആരോഗ്യപരമായിട്ട് ഗുണം ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. അതാണ് എനിക്ക് പറയുള്ളത്. എന്താണെങ്കിലും 1200 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമായി. സലാഹുദ്ദീൻ സാർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ആ വേദി മുഴുവൻ പിരിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ട് ഞാൻ കേട്ടു. അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട്. ഈ വീഡിയോ ഇവിടെ ചുരുക്കാണ്. അപ്പോൾ ഇനി നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുക, നിങ്ങളുടെ ആരോഗ്യം സ്ട്രോങ് ആക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.